Hi all, welcome to Competitive Cracker. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ് അല്ലേ, ഡിസംബർ എക്സാം 2023 നെറ്റിൻ്റെ ഡിസംബർ എക്സാം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ആദ്യം നമ്മുടെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തു, ഡിസംബർ 6 തൊട്ട് ഡിസംബർ 22 വരെയാണ്. അതിന് പിന്നാലെയാണ് നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ വിൻഡോ NTA UGC ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അപ്പോൾ ഏതാണ് വെബ്സൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് UGC NET.NTA.AC.in എന്ന ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഈ ഒരു സൈറ്റിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ നോട്ടീസും കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ UGC NET ഡിസംബർ 2023 രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുക, ഓൺലൈനായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്ത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത്. ഇനി നിങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ രജിസ്റ്റർ ചെയ്യാം, ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നന്നായിട്ട് വായിച്ചതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഫീസ് എത്ര രൂപയാണ് ഫീസ്. ഇപ്പോൾ ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1150 റുപ്പീസ് ആണ്. ഇനി ജനറൽ EWC OBC നോൺ ക്രീമി ലെയറുകാർക്കാണെങ്കിൽ 600 ആണ് വരുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ ഇത് 500ഉം 1000ഉം ഒക്കെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ എമൗണ്ട് കൂട്ടിപ്പോൾ 600 ഫോർ ജനറൽ EWC അല്ലെങ്കിൽ OBC കാറ്റഗറി, അല്ലെങ്കിൽ ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുമ്പോൾ 1150 ആണ്. ഇനി SC ST അതോടൊപ്പം തന്നെ PWD കാറ്റഗറീസിനാണെങ്കിൽ 325, തേർഡ് ജെൻഡർ കാറ്റഗറിക്കും സെയിം റേറ്റ് തന്നെയാണ് വരെ, 325 ആണ്. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കേണ്ടത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പലരും ചോദിക്കാറുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കൈ കരുതി വെക്കേണ്ടത്. പലരും ചോദിക്കും ആധാർ വേണോ, അതിൻ്റെ നോൺ ക്രീമി ലെയർക്കാരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും വേണ്ട. ശരിക്കും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് വേണം. നിങ്ങൾക്ക് അത് ആധാർ ആകാം, ലൈസൻസ് ആകാം, പാസ്പോർട്ട് ആകാം, അങ്ങനെ എന്തെങ്കിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി വേണം. ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോ ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഫോമാറ്റ് തന്നെ നോക്കുക, JPG ഫോമാറ്റിൽ തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഫോട്ടോയുടെ KB 10 KB മുതൽ 200 KB വരെ ആകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ അവിടെ ഉണ്ടായി. ഇപ്പോൾ സിഗ്നേച്ചർ ഓൾറെഡി നിങ്ങൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കണം. അതിൻ്റെ ഇത് 4 KB to 30 KB വരെ ആകാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അത് നിങ്ങൾക്ക് ആധാർ ആകാം, ലൈസൻസ് ആകാം, പാസ്പോർട്ട് ആകാം, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള എന്തും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫീ പേയ്മെൻ്റ് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങളോട് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ചോദിക്കും ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പാസ്വേഡ് എന്ന് വെച്ചാൽ ഒരു 8 മുതൽ 13 ക്യാരക്ടേഴ്സ്, മിനിമം 8 മാക്സിമം 13 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. അതോടൊപ്പം തന്നെ ഒരു അപ്പർ കേസ് ആൽഫബറ്റും ഒരു ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ലോവർ കേസ് ആൽഫബറ്റും, അതോടൊപ്പം തന്നെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഏതെങ്കിലും ഒരു നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം കുറഞ്ഞത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഈ പാസ്വേഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇത്രയും വായിച്ച് എല്ലാം മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ബോക്സിൽ ടിക്ക് കൊടുത്തതിന് ശേഷം ക്ലിക്ക് ടു പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓപ്പൺ ആയി വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. കാൻഡിഡേറ്റ്സ് നെയിം, നിങ്ങളുടെ പേരെന്താണോ അത് കറക്റ്റ് നിങ്ങളുടെ SSLC നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലുള്ള അതേപോലെ വേണം നിങ്ങളിവിടെ പേര് കൊടുക്കാൻ. ഫാദേഴ്സ് നെയിം കൊടുക്കുക, മദർ നെയിം കൊടുക്കുക, അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിക്കാതെ തന്നെ കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമെയിൽ അഡ്രസ്സ് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കണം. കാരണം ഇതിൻ്റെ മറ്റുള്ള അപ്ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലൂടെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറിലൂടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ആണെങ്കിൽ ഫോൺ നമ്പർ ആയാലും നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ളത് മാത്രം കൊടുക്കാൻ നോക്കുക. കൺഫേം ചെയ്യുക. നിങ്ങളുടെ ജെൻഡർ, മൊബൈൽ നമ്പറും കൺഫേം ചെയ്യുക. നിങ്ങൾക്ക് മറ്റേതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ഐഡൻറ്റിറ്റി ടൈപ്പ്,
ഐഡന്റിറ്റി ടൈപ്പ് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതർ ഗവൺമെന്റ് ID പ്രൂഫ് വിത്ത് ഫോട്ടോ, പാൻ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ്, വോട്ടർ ID, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായതെന്ന് വെച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക, അതിൻ്റെ നമ്പറും കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാം. നിങ്ങളുടെ നിലവിലുള്ള അഡ്രസ്സും സെയിം ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ രജിസ്റ്റർ ചെയ്യണം. പിന്നെ പാസ്വേഡിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എങ്ങനെ വേണം പാസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാസ്വേഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, പാസ്വേഡ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യനും വരും. അപ്പോൾ ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് സ്കൂളിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ അമ്മയുടെ പേരെന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ അതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്താൽ ഞാൻ ആൻസർ കൊടുത്തു വെക്കുക. അതായിരിക്കും നിങ്ങളുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലാസ്റ്റിൽ നിങ്ങളുടെ എൻ്റെ സെക്യൂരിറ്റി പിൻ, അത് നിങ്ങൾക്ക് പിൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഓൺലൈനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നവരാണോ അതനുസരിച്ചിട്ടുള്ള ഫീ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളത് പേ ചെയ്ത് വെക്കാം. പേ ചെയ്ത് കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ഫോട്ടോയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച നിങ്ങളുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും അതെല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടെ ഫൈനലായിട്ട് നിങ്ങൾക്ക് എല്ലാം വെരിഫൈ ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി കുഴപ്പമില്ല, നിങ്ങളത് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒക്ടോബർ 30-31 സമയങ്ങളിലാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം വ്യക്തമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഡേറ്റുകളൊന്നും മറക്കണ്ട. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് December 6 തൊട്ട് 22 വരെയാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ October 28 നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ് October 29 രാത്രി വരെയാണ്. അപ്പോൾ ആ ഒരു സമയം വരെ ഒന്നും കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് October 30 തൊട്ട് 31 വരെയാണ്. അപ്പോൾ കൂടുതലൊന്നും താമസിക്കാണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ 2023 ഡിസംബർ എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള 2 മാസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ എക്സ്റ്റൻഷൻ, നിങ്ങളുടെ എക്സാം ഡേറ്റ് ആണ് നിലവിലെ അവസ്ഥ വെച്ചിട്ട് നമ്മുടെ എക്സാമിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. December 6 തൊട്ട് 22 അപ്പോൾ നിങ്ങളുടെ എക്സാം എന്ന് വരെയാണോ, നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ എക്സാം എന്ന് വരെയാണോ ആ ഡേറ്റ് വരെ നിങ്ങൾക്ക് ഫ്രീ എക്സ്റ്റൻഷൻ ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഫീച്ചേഴ്സിന് നമ്മുടെ സിലബസ് കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണെങ്കിലും എക്സാം സീരീസ് ആണെങ്കിലും ലൈവ് സെഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന ഈ നമ്പറിൽ 9778826292 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനും കണ്ടന്റ്സിനുമായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സ് കണ്ടന്റ്സിനുമായിട്ട് നമ്മൾ വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് അവൈലബിൾ ആണ്. സോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.